നമ്മുടെ ലൈഫിലെ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ളൊരു സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പൊ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അന്ന് നമ്മൾ കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് ഇതൊക്കെ അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും ഉള്ളത് ഗ്രൂപ്പ് കോച്ചിങ് ആണ്. ഇപ്പൊ പുറത്ത് നമ്മൾ പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരുപാട് ആളുകൾ വരും. അപ്പോൾ എല്ലാവരുടെയും ഇടയിൽ ഇരുന്നിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചില പേഴ്സണലായിട്ട് ചില ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഗ്രൂപ്പിൽ ഇരുന്നിട്ട് അത്രയും പേരുടെ ഇടയിൽ ഇരുന്നിട്ട് നമുക്ക് നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കി പറയാനായിട്ട് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ഒരാൾക്ക്, നമുക്ക് കോച്ചിങ് അല്ലെങ്കിൽ ട്രെയിനിങ് തരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വ്യക്തിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനായിട്ട് പറ്റില്ല. ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമേ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന്റെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പേഴ്സണലി ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെയുള്ള ആളുകളെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സൈക്കോളജിസ്റ്റ് അല്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയി കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ കുറേ കാര്യങ്ങൾ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവര് നമ്മളോട് അവിടെ ഇരിക്കാൻ പറയും, കുറച്ച് കാര്യങ്ങൾ കേൾക്കും, എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളൊക്കെ അവർ ചെയ്യും. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ വിമ്മി ഇങ്ങനെ നിൽക്കണം, നമ്മളുടെ ഉള്ളിലുള്ള കുറെ കാര്യങ്ങളൊന്നും പറയാൻ. അതായത് ഞാൻ പറയുന്നത് ജഡ്ജ്മെന്റ് ഇല്ലാതെ ആരും കേൾക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ ഇവര് കുറച്ച് കാര്യങ്ങൾ കേൾക്കും, എന്നിട്ട് പറയും അന്ന് അടുത്ത ആഴ്ച വരൂ എന്ന് പറഞ്ഞു വിടും. അപ്പൊ അടുത്ത ആഴ്ച പറയാമെന്ന് വിചാരിച്ച് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് പേപ്പറൊക്കെ തന്ന് കുറച്ച് സിമ്പിൾസ് ഒക്കെ ഉള്ള കുറച്ച് സാധനങ്ങളൊക്കെ തന്നിട്ട് അത് ടിക്ക് ചെയ്യൂ, അത് മറ്റേത് ചെയ്യൂ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഞാൻ അവിടെ പോയി. അപ്പൊ അതോടുകൂടി നമുക്ക് മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനമല്ല എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ നിന്ന് പോരേ ചെയ്തത്. എന്നാൽ ഇതെന്താണ് പ്രൊസീജിയർ എന്ന് അതൊന്നും പറഞ്ഞിരുന്നല്ലോ. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൽ ഓരോ ആളുകളായിരിക്കും, അവർ കുറച്ചു നേരം സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് പോയിക്കോളാൻ പറയുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സൊല്യൂഷൻ അവിടെ നിന്ന് കിട്ടുന്നില്ല. പിന്നെ അതിതീവ്രമായി നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അന്നേരം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്റെ പ്രശ്നം അത് എന്റെ മാത്രം പ്രശ്നമാണ്, വേറൊരാളുടെയും പ്രശ്നമല്ല. ഈ പ്രശ്നങ്ങൾ മാറുക എന്നുള്ളത് എനിക്ക് മാത്രമാണ് അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ളത്, അല്ലാതെ വേറെ ആർക്കും അവിടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ നമ്മൾ അവിടെ ഒരു പ്രശ്നം മാറാൻ പല കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ വല്ല കോച്ചിങ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഫീസ് കൊടുക്കുന്നു, അവര് നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു തരുന്നു, നമ്മൾ ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ ആ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണുണ്ടോ ഇല്ലേ എന്നുള്ള ഫോളോ അപ്പ് കാര്യങ്ങൾ, അന്നത്തെ സമയത്ത് ഈ ഫോളോ അപ്പ് അങ്ങനെയൊന്നും ഇല്ല.